MLA എന്ന പദവി ഉപയോഗിച്ച് നിരന്തരം വനിതകളെ സ്ത്രീകളെ വലയിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ആ പ്രതിക്ക് മുൻകൂർ ജാമ്യമില്ല. കേരളം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട യുവതികൾക്ക്, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് പരാതി കൊടുക്കാനും അവർക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് അവർക്ക് ഒരു സംരക്ഷണമുണ്ട് ഈ കേരളത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിധി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്രിമിനലുകളെ നിർബാധം അടിഞ്ഞാടാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കൃത്യമായ പറഞ്ഞു വെക്കലാണ്. അത് കോടതിയുടെ ഭാഗത്തു നിന്ന് ആ ഒരു അരക്കെട്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. ഇത് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും സത്യത്തിൽ ഒരു പാഠമാണ്. പറ്റാവുന്ന തരത്തിലെല്ലാം ഒതുക്കി വെക്കാനും ഒളിപ്പിച്ചു വെക്കാനും ഒക്കെ ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അതിനുവേണ്ടി പണം ചെലവഴിച്ച് കർണാടകയാണെങ്കിൽ കർണാടക, തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് അവിടെയെല്ലാം ഇവരുടെ സ്വാധീനങ്ങൾ, ഇവരുടെ എല്ലാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഇദ്ദേഹം ഒളിവിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒളിവിലിരുന്നു കൊണ്ട് ജാമ്യം നേടി പണം ഉപയോഗിച്ച് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ജാമ്യം നേടാൻ പറ്റും, മികച്ച വക്കീലിനെ വെച്ച് അതിനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാം എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത ഒരു ശ്രമം, അതിനുള്ള ഒരു തോന്നിപ്പിക്കൽ ഈ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. വലിയ ആശങ്ക പൊതുസമൂഹത്തിനുണ്ടായിരുന്നു ജാമ്യം കിട്ടുമോ എന്നുള്ള തരത്തിൽ. ഏതായാലും കേരളം ആഗ്രഹിച്ച, കേരളത്തിന് ആശ്വാസമേകുന്ന ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. ആ വിധിയെ സ്വാഗതം ചെയ്യുന്നു. ഉടനെ തന്നെ ഈ കോൺഗ്രസിലെ പ്രവർത്തകർ, കോൺഗ്രസിലെ നേതാക്കന്മാർ ഒളിവിൽ പോകാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഈ ഒരു സംവിധാനം അവസാനിപ്പിക്കണം. നിയമത്തിന് മുമ്പിൽ ഈ പ്രതിയെ വിട്ടുകൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ വാർത്തകൾ ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിൽ പോലും ഈ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുണ്ട്. പക്ഷേ ഏതായാലും ഇവിടെ നാണംകെട്ട് പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹലോ, ഇവിടെ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇപ്പോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒന്നുമില്ല. അതൊരു സാങ്കേതികത്വം മാത്രമാണ്. അവർ നേരത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇന്ന് അവര് ജനങ്ങൾക്ക് മുമ്പിൽ തുണിയില്ലാതെ നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. ആര്? കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം, ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവർ. അവർ ഗത്യന്തരമില്ലാതെയാണ് ഇങ്ങനെ ഒരു കണ്ണിൽ പൊടിയിടുന്ന നടപടിയിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ അവർ നിർദ്ദേശം കൊടുക്കേണ്ടത്, ആത്മാർത്ഥമായി അവരുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത്, ഇരകളെ ആക്ഷേപിക്കരുത്, ഇരകളെ അപമാനിക്കരുത്, ഈ പ്രതിക്ക് ഒരു സംരക്ഷണവും കൊടുക്കരുത്, ഒളിവിൽ പോകാനും സൗകര്യമൊരുക്കി കൊടുക്കരുത്. അതിനുള്ള കർശന നിർദ്ദേശം കൊടുത്ത് ഇവരുടെ ഉന്നത നേതൃത്വത്തിന്റെ എല്ലാം അറിവോടുകൂടി ഒളിവിൽ പോകുന്ന ഈ സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കണം. അതിനൊരു പിന്തുണയും കൊടുക്കരുത്. ഈ പ്രതിയെ നിയമത്തിന് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം. അത് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. കർണാടകയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒളിവിൽ പോകാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനില്ലേ? കോൺഗ്രസിനുണ്ട്. എല്ലാ സൗകര്യങ്ങളും കോൺഗ്രസിന്റെ സ്വാധീനമെല്ലാം ഉപയോഗപ്പെടുത്തി ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇവർ ഒളിവിൽ പോകുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ടൊന്നും ഇവരുടെ മുഖം രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. വസീഫ്, അതായത് ഈ നടപടിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ AICC എന്ന് പറയുന്ന സംവിധാനമുണ്ട്, ഹൈക്കമാൻഡുണ്ട്. അവരുടെ മുന്നിലേക്ക് പരാതി എത്തിയതാണ്. ഇതുവരെ നടപടി എടുക്കാതിരിക്കുമ്പോൾ കേരളത്തിലെ KPC, കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല AICC വരെ സംരക്ഷിക്കുകയായിരുന്നു ഈ സ്ത്രീവേട്ടക്കാരനെ. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഈ MLA സംരക്ഷിക്കുന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും ഇവർ സ്വീകരിച്ചത്. ഇവിടെ എന്തിനേറെ പറയുന്നു, ഈ ഒരു പരാതി CPM സൃഷ്ടിച്ചതാണ്, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന് പോലും പറയുന്ന തരത്തിലേക്ക് UDFന്റെ കൺവീനർ ഉൾപ്പെടെ വന്നു എന്നുള്ളത് എത്ര അപമാനകരമാണ്. അവർ ഈ സമയത്തിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാവണം. ഈ വിധി വന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാവണം. ഇത് CPM ഇടപെട്ട കേസാണോ? അല്ലല്ലോ. ഈ ജനങ്ങളാകെ കേൾക്കുന്ന തരത്തിലേക്ക് ഇവർ പല കേസുകളോടും സമീകരിച്ചുകൊണ്ട് ഇതിനെ ഒരു വല്ലാത്ത തരത്തിലേക്ക് കൊണ്ടുപോകാൻ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കാണിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രമിച്ച കോൺഗ്രസിന്റെ നേതൃത്വം ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ കൂടി തയ്യാറാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.